എന്നെ 3 പ്രാവശ്യം 4 പ്രാവശ്യം നടത്തിച്ചിട്ടുണ്ട് മുമ്പിൽ കഥ പറയാൻ ചാൻസ് തരാതെ. അപ്പോൾ പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്നാൽ പിന്നെ അതല്ലേ നല്ലത്, ഒരു കുടുംബം രക്ഷപ്പെടുമല്ലോ. നമ്മളെ കണ്ടിട്ട് വർത്തനൊക്കെ പറഞ്ഞ അല്ല നമുക്കൊരു 2 വീട് കിട്ടും. അപ്പോൾ ഞങ്ങളെ വീട് സംഘടിപ്പിച്ചു കൊടുക്കുന്ന ആൾ ഞാനാണ്. 2 ദിവസം കഴിഞ്ഞ് ശ്രീനിവാസനെ കാണാനില്ല. പിന്നീട് കുറേ കാലം കഴിഞ്ഞിട്ടാണ് ശ്രീയേട്ടനോട് പറയുന്നത്, അപ്പോൾ നീ തിരിച്ചു പോകും, അല്ല നിങ്ങൾ ഇത് മതി കഥ ബോറടിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് ഇറങ്ങി പോകാമല്ലോ. അന്ന് കാർ ഓടിച്ചത് ഞാനായിരുന്നത്. ഇത് കഴിഞ്ഞിട്ട് ശ്രീനേട്ടൻ ചോദിച്ചത്രേ ഉമ്മൂക്കുണ്ടോ? ഉമ്മൂക്ക വെച്ചാൽ ഉമ്മർ, നമ്മളെ അവിടെ കോഴിക്കോട്ടുകാരനാണല്ലോ. ഇല്ല. നസീർക്കുണ്ടോ? ഇല്ല. പിന്നെന്ത് സിനിമ? ഞാൻ ചോദിച്ചു ശ്രീനേട്ടൻ എന്താ? അല്ല നിങ്ങൾ ഞാനില്ലെങ്കിൽ സിനിമ എടുക്കൂല എന്ന് പറഞ്ഞല്ലോ. എങ്ങനെയുണ്ട് എനിക്കെന്ന് ചോദിച്ചു. ഇനിയെങ്കിലും നന്നായി കൂടെ ഹൈദരാബാദ് ഒരു ചോദ്യമുണ്ട്. ഇതും ശ്രീനിച്ചേട്ടൻ്റെ ഒരു കഥയാണ്. എന്ന് വെച്ചാൽ ഇത്രയും വലിയൊരു കള്ളനെ തുറന്നു കാണിച്ചിട്ട് സമൂഹം പെരുമാറട്ടെ. ശ്രീനിയേട്ടനെ പോലത്തെ ഒരാളുടെ കർമ്മം ചെയ്യാൻ ഇയാളെ മറ്റ് വരുന്നു പറഞ്ഞാൽ ശ്രീനിവാസൻ എണീറ്റടിക്കുകയാണ്. അതെന്താ എനിക്ക് മനസ്സിലാകുന്നത്, എങ്ങനെയാണ് എൻട്രി എങ്ങനെ എനിക്ക് പിടിയിട്ടുന്നില്ല. അത് ആരെയാണ് കൊണ്ടുവന്നത്? ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനെങ്ങനെ പലയിടത്തും ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്, ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജി ആണ് ഫ്യൂച്ചർ. ശ്രീനിച്ചേട്ടനുമായിട്ടുള്ള നല്ല അടുപ്പമായിരുന്നു അല്ലേ? ശ്രീനിച്ചേട്ടൻ നമ്മൾ വിട്ടു വരുത്തി. ശ്രീനിച്ചേട്ടനുമായിട്ട് നിങ്ങൾ ഒരുമിച്ച് ഒരു കുറിപ്പ് ഞാൻ വായിച്ചാണ്, ഫേസ്ബുക്ക് കുറിപ്പ് എഴുതായിരുന്നു. അതൊന്ന് പ്രേക്ഷകരും കൂടെ അറിയണം. ആ കുറിപ്പ് വായിക്കാത്തൊരു ഒത്തിരി പേരുണ്ട്. അതായത് ശ്രീനിവാസനോടൊപ്പമാണ് ഞാൻ ആദ്യം തിരശ്ശീല പങ്കിട്ടത് എന്ന് പറയുമ്പോൾ ജനം ഞെട്ടും. അത് ഇപ്പോഴൊന്നുമല്ല, 1978-കളിലാണ്. PA ബക്കർ എന്നൊരു സംവിധായകനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സംഘഗാനം, M. സുകുമാരൻ്റെ കഥയാണ് സംഘഗാനം. വളരെ പ്രശസ്തമായ ഒരു കഥയാണ്. M. സുകുമാരൻ അറിയപ്പെടുന്ന ഒരു നക്സലൈറ്റ് എഴുത്തുകാരനായിട്ടാണ് കണക്കാക്കി പോന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പല കഥകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ഗൗതമനെ തേടിപ്പോകുന്ന ഒരു തൊഴിൽ രഹിതനായ ഒരു ചെറുപ്പക്കാരനാണ് ഇതിൻ്റെ കേന്ദ്ര കഥാപാത്രം. അതാണ് ശ്രീനിവാസൻ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ശ്രീനേട്ടൻ അതിന് മുമ്പ് അഭിനയിച്ചത് ബക്കറിൻ്റെ തന്നെ മണിമുഴക്കം എന്നുള്ളൊരു സിനിമയിലാണ്. അതിൽ ഒരു അനാഥ മന്ദിരത്തിൽ ജീവിക്കുന്ന ഒരു പയ്യൻ, കുറച്ച് മുതിർന്ന പയ്യൻ, അവൻ കുരുത്തക്കെട്ട പയ്യനാണ്. അവൻ ഇങ്ങനെ കണ്ടുണ്ടോ പടം? എനിക്ക് ഓർക്കുന്നുണ്ട്. അതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറിൽ കുറച്ച് ബീഡി ഒളിപ്പിച്ചിട്ട് കയറ് കെട്ടിയിട്ട് കല്ല് കെട്ടിയിട്ട് ഒരു വെള്ളത്തിലിട്ട് ആ വെള്ളത്തിലിട്ട് വെക്കും. പിന്നെ രഹസ്യമായിട്ട് എടുത്ത് വലിക്കും, അടുത്തുള്ളവരും വലിക്കാൻ കൊടുക്കും. അങ്ങനൊരു കുരുത്തക്കെട്ട കഥാപാത്രമാണ്. 2ാമത്തെ പടമാണിത്. അപ്പോൾ ആ പടം കണ്ടപ്പോൾ നമ്മൾ ഇയാൾ നോക്കി തിരക്കില്ലല്ലോ. കാരണം മലയാള സിനിമയ്ക്ക് പറ്റാത്തൊരു രൂപം, പ്രേം നസീറിൻ്റെയും ഒക്കെ കാലമാണല്ലോ. മധു ഗ്ലാമറൊന്നുമില്ല, പക്ഷേ ഇയാൾ തിരക്കേടില്ലാത്തൊരു തോന്നൽ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളൊക്കെ അന്ന് ഈ പുതിയ തലമുറയുടെ സിനിമയുടെ വക്താക്കളാണ്. എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ആർട്ട് ഫിലിം എന്നൊക്കെ പറയുന്ന ഒരു അന്നത്തെ പുതിയ ജോണറിലുള്ള സിനിമകൾ, അതിൽപ്പെട്ടതാണ് ഈ സംഘഗാന സിനിമ. സംഘഗാനത്തിൽ അഭിനയിക്കാൻ വേണ്ടി ശ്രീനിവാസൻ വരുന്നു. അപ്പോൾ എൻ്റെ നാടക ഗുരു ഉണ്ട്, മധുമാഷ് എന്നാണ് നമ്മൾ പറയുക, മധുമാസ്റ്റർ. നാടകം എഴുതുകയും സംവിധാനം ചെയ്യുകയും ഒക്കെ ചെയ്ത് അടിയന്തരാവസ്ഥയിൽ ജയിലിലൊക്കെ പോയിരുന്ന മനുഷ്യനാണ്. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ നാടകത്തിലൂടെയാണ് അരങ്ങിൽ വരുന്നത്. എന്നെ അഭിനയത്തിൻ്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചു തരുന്നതൊക്കെ മധുമാഷാണ്. അപ്പം മധുമാഷ് ചെയ്യുന്ന പല ആക്ടിവിറ്റികളിലും ഞങ്ങൾ പങ്കെടുക്കും. ഇപ്പോൾ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനമാണെങ്കിൽ അതിൻ്റെ കൂടെ, മാസിക ഇറക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ. ഇങ്ങനെ നമ്മൾ സാമൂഹിക പ്രവർത്തനമാണ്. അല്ലാതെ നാടകക്കാരൻ മാത്രമായിട്ട് ഇപ്പോൾ ഒരു കാവാലത്തിൻ്റെ ഒക്കെ ലൈനിൽ നാടകം അതല്ല. നാടകം എന്ന് പറഞ്ഞാൽ സാമൂഹിക പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കലാപ്രവർത്തനമാണ്. അപ്പോൾ മധുമാഷ് പറയുന്നത് ആ PA ബക്കറിൻ്റെ സിനിമ ഷൂട്ടിങ് കുറച്ച് സഹായങ്ങൾ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ ആലോചിച്ച് അഭിനയിക്കാതിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു ഈ ഷൂട്ടിങ്ങിനൊരു വീട് വേണം, പിന്നെ ഒരു കാറുള്ള ആരെങ്കിലും സംഘടിപ്പിക്കണം, പിന്നെ ബംഗ്ലാവ് വേണം, പിന്നെ പോലീസ് സ്റ്റേഷൻ വേണം, അത് സെറ്റ് ഇടും, പിന്നെ കുറച്ച് ആൾക്കാർ വേണം, പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം എടുത്തെങ്കിലും സംഘടിപ്പിക്കും. ഇതൊക്കെയാണ്. അപ്പോൾ ഞാനും നമ്മുടെ സുഹൃത്തുക്കൾ യാക്കൂബൊക്കെ, അജിതയുടെ ഹസ്ബൻഡ് യാക്കൂബ്, പിന്നെ കരിമ്പനപ്പാലത്തെ വാസു, നമ്പോലൻ രവി, പച്ചക്കറി ബാബു, സീനിയർ ഉണ്ണി, ജൂനിയർ ഉണ്ണി, ഇങ്ങനെ മുത്തപ്പങ്കാവ് പരിസരത്തുള്ള ഗ്യാങ് ആണ് നമ്മൾ സംഘാടകർ.
അപ്പോൾ ടൈലർ ഷോപ്പ് അടുത്ത് രാഘവ മേസ്തിരിയുടെ കടയാണ് ഓഫീസ്. ഒരു ഭാഗത്ത് രാഘവ മേസ്തിരി തുന്നുന്നുണ്ടാവും, ശ്രീനിവാസപ്പുറത്ത് ഈ നിരപ്പലക വെക്കുന്ന സ്ഥലമില്ലേ, അവിടെ ഒരു മരണ വീഡിയോ വലിയ. ശ്രീനിവാസൻ്റെ രണ്ടാമത്തെ സിനിമ എന്ന് ആലോചിക്കണം കേട്ടോ. ശ്രീനിവാസൻ താമസിക്കുന്നത് വൃന്ദാവൻ ടൂറിസ്റ്റ് ഹോം എന്ന് പറഞ്ഞാൽ ചെറിയൊരു ടൂറിസ്റ്റ് ഹോമിലാണ്. അപ്പോൾ ശ്രീനിവാസൻ കോസ്റ്റ്യൂമുണ്ട്, ഒരു തൊപ്പിയുണ്ട്, കയ്യിൽ ഇട്ടിട്ട് ഇരിക്കും, ബീഡി വലിക്കാൻ ബീഡി വലിക്കുക. നമ്മളെ കണ്ടിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞാൽ അല്ല നമുക്കൊരു 2 ബീഡി കിട്ടുമോ. അപ്പോൾ ഞങ്ങളെ ബീഡി സംഘടിപ്പിച്ചു കൊടുക്കുന്ന ആൾ ഞാനാ ശ്രീനിവാസൻ. എന്നെങ്കിലും നോക്കിയാൽ ചോദിക്കും ഉണ്ടോ ചോദിക്കും. അപ്പം തന്നെ നമ്മൾ പോയി ദിനേശ് ബീഡി കൊടുക്കും, കാരണം നാളത്തെ ഹീറോ അല്ലേ. അങ്ങനെ അധികം സംസാരമൊന്നുമില്ല. 2 ദിവസം കഴിഞ്ഞ് ശ്രീനിവാസനെ കാണാനില്ല. പിന്നീട് കുറേ കാലം കഴിഞ്ഞിട്ടാണ് ശ്രീയേട്ടനോട് പറയുന്നത് ഞാൻ മുങ്ങിയത് അവിടെ ബോറടിച്ചിട്ട്, അവിടെ ഇരുന്ന് ബോറടിച്ച് മുങ്ങിയതാണ്. അങ്ങനെയുള്ള ഒരു ഇതിൽ ഈ ക്യാരക്ടർ ശ്രീയേട്ടൻ അഭിനയിക്കുന്ന ക്യാരക്ടർ ഒരു ശവഘോഷയാത്ര എന്ന് പറയാം ആണെങ്കിൽ, അതായത് മധുഭാഷ എന്ന് പറഞ്ഞ ക്യാരക്ടർ മരിച്ചു, പോലീസ് അതിഭീകരമായി അയാളെ മർദ്ദിച്ചു കൊന്നു. അപ്പോൾ അയാളുടെ ബോഡിയും വഹിച്ചുകൊണ്ടുള്ള ഒരു ഒരു ഘോഷയാത്ര തന്നെ, പ്രകടനം. ബീച്ച് സൈഡിലാണ് വിചാരിച്ചത്. അപ്പോൾ ഞങ്ങൾ ബീച്ചിൽ നിന്ന് കുറേ ആൾക്കാർക്ക് കിട്ടുമെന്ന് വിചാരിച്ചു. അപ്പോൾ ഷൂട്ടിംഗ് ആണ്, എല്ലാവരും വരണം എന്നൊക്കെ പറഞ്ഞ് വന്നു വെച്ചു. ആരാ അഭിനയിക്കുന്നത്? ഉമ്മുക്കുണ്ടോ? ഉമ്മുക്ക വെച്ചാൽ ഉമ്മർ, നമ്മളെ അവിടെയുള്ള കോഴിക്കോട്ടുകാരനാണല്ലോ. ഇല്ല. നസീർക്കുണ്ടോ? ഇല്ല. പിന്നെന്ത് സിനിമ ഒക്കെ പറഞ്ഞ് അവർ പോയി. അപ്പോൾ നമുക്ക് ആളില്ല. അപ്പോൾ ബക്കർ പറഞ്ഞു അത് നിങ്ങളൊക്കെ കയറി കയറണം. അപ്പോൾ നമ്മളൊക്കെ കയറിയിരുന്നു. അപ്പോൾ ഞാൻ ശ്രീയേട്ടൻ്റെ തൊട്ടടുത്ത് തന്നെ എനിക്ക് സ്ഥലം കിട്ടി. അങ്ങനെയാണ് ഞാൻ ആദ്യമായി തിരശ്ശീലയിൽ മുഖം കാണിച്ചത്. അങ്ങനെ അത് കഴിഞ്ഞ് സിനിമയിൽ ഭൂതക്കണ്ണിയുടെ വെച്ച് നോക്കിയാലേ എന്നെ കാണുള്ളൂ. ഇത് കഴിഞ്ഞ് പിന്നെ ശ്രീയേട്ടനെ പല സ്ഥലങ്ങളിൽ വെച്ച് ഞാൻ ഒരു നാടകം അഭിനയിച്ചിരുന്നു. അപ്പോൾ അത് കാണാൻ സത്യനന്ദിക്കാടും ശ്രീനേട്ടനും വന്നിരുന്നു. എന്ന് നാടകം കഴിഞ്ഞിട്ട് സത്യനന്ദിക്കാട് എന്നോട് പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. കുളൂരിൻ്റെ ഒരു നാടകം ഉണ്ടായിരുന്നു, സന്നിവേശം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കഴിഞ്ഞ് പിന്നെ സത്യേട്ടനെ ഏതോ പരിപാടി കണ്ടു പറഞ്ഞു നിങ്ങൾ അഭിനയിച്ച നാടകം ഞാൻ കണ്ടിരുന്നു കേട്ടോ, ശ്രീനി ഉണ്ടായിരുന്നു പറഞ്ഞു. പിന്നെ ഞാൻ ശ്രീനോട് ഒരിക്കൽ ഏതോ ഒരു സെറ്റിൽ അവിടെ വെച്ച് കണ്ടപ്പോൾ ചോദിച്ചു, അത് ഞാൻ സിനിമക്കാരനായിട്ടില്ല കേട്ടോ, ഇതേപോലെ ആയിട്ടില്ല. ശ്രീയേട്ടൻ പറഞ്ഞു നിങ്ങളെ നാടകം ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഗൾഫിലൊക്കെ പോയി, അപ്പം അവിടെ ഇത് ഷൂട്ട് ചെയ്യാൻ വന്നിരുന്നു. നമ്മുടെ കമലിൻ്റെ സിനിമയിലായിരുന്നു, ഗദ്ദാമയാണ് അല്ലേ? ഗദ്ദാമ കമലിൻ്റെ അല്ലേ? അതെ, ഗൾഫിൽ ശ്രീനേട്ടൻ ഉണ്ടായിരുന്നു തോന്നുന്നു. ഇല്ലേ? ഇല്ലേ? എനിക്ക് തോന്നുന്നു ഏതോ ഒരു പടത്തിനെ ഗൾഫിൽ വെച്ച് കണ്ടിട്ടുണ്ട് മൂപ്പരെ. എനിക്കിത് മറ്റേതായിരിക്കും, അറബിക്കഥയാണ്. അതാണ് അറബിക്കഥ. അറബിക്കഥ ഷൂട്ട് ചെയ്യുമ്പോൾ ആ സമയത്ത് 2000 ജോയേട്ടനൊക്കെ സിനിമയിൽ വന്നിട്ടുണ്ടല്ലോ. ഇല്ല ഇല്ല അല്ലേ? ഇല്ല ഞാൻ അവിടെയാണ്. അവിടെയല്ലേ? ഇത് കഴിഞ്ഞ് ഷട്ടർ സിനിമ എടുക്കുന്ന സമയത്താണ് വീണ്ടും ശ്രീയേട്ടനെ കാണുന്നത്. എന്നെ 3 പ്രാവശ്യം 4 പ്രാവശ്യം നടത്തിച്ചിട്ടുണ്ട് അവർ, കഥ പറയാൻ ചാൻസ് തരാതെ. ഞങ്ങൾ കാണും, പഴയ തമാശകൾ പറയാൻ തുടങ്ങിയാൽ ഇതിൽ ചിരി അറിയാതെ ചിരിക്കും. അപ്പോൾ എൻ്റെ കൂടെ പ്രൊഫഷണൽ മാനേജർ ക്ലിൻ്റൺ പെരേര വന്നിട്ടുണ്ട്. എന്നോട് ജോയ് സാർ നിങ്ങൾ ഡേറ്റ് ചോദിക്കുക, ഡേറ്റ് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ശ്രീയേട്ടൻ പറയും എന്നാൽ പിന്നെ ജോയിമ്പോൾ പിന്നെ കാണാം, ഒരു മൂപ്പര് അഭിനയിക്കാൻ പോകും. അപ്പോൾ ഇവൻ പറയും എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു പോവാം. പിന്നെ വിളിച്ചു ചോദിച്ചാൽ ശ്രീയേട്ടൻ ചാലക്കുടി ഉണ്ട്, ഒരു പടത്തിന് ഷൂട്ട് എടുക്കുന്നുണ്ട്, അവിടെ പോവാം, അവിടെ പോയി കാണാൻ പറ്റും. നേരെ ചാലക്കുടിക്ക് വിടും. എത്ര നേരം കണ്ടിട്ട് ഇത് സായികുമാർ പരിചയമില്ലേ? സായി ഇത് ജോയ് മാത്യു, ഞങ്ങൾ സിനിമ എടുക്കാനൊക്കെ പ്ലാൻ ഉണ്ട്. എൻ്റെ ഡേറ്റ് ചോദിച്ചു, ഞാൻ കൊടുത്തിട്ടില്ല അതൊക്കെ പറഞ്ഞ് പിന്നെയും കോമഡി. ഫൈനലി ഇതിൽ അഭിനയിക്കുന്ന ലാല് ശ്രീനിവാസനെ ഒരു സെറ്റ് കണ്ടോ പറഞ്ഞു അത് നിങ്ങളൊരാൾ ഡേറ്റ് കൊടുക്കാത്തതുകൊണ്ടാണ് അവൻ പടം ചെയ്തത്. അതൊക്കെ എന്ത് പടം ചെയ്യുന്നതിന് ഞാൻ എന്തിനാ, നിങ്ങളല്ലേ ഹീറോ. അവൻ പറഞ്ഞു ശ്രീനിവാസൻ ഇല്ലെങ്കിൽ ഈ പടം ഞാൻ ഉപേക്ഷിക്കണം. അങ്ങനെ പറഞ്ഞു. അങ്ങനെ ഇതെന്നെ വിളിക്കുക. ആ സമയത്ത് ഞാൻ വീണ്ടും ദുബായി പോയതാണ് എന്തോ ഒരാവശ്യത്തിന്. എനിക്ക് ഓർമ്മയുണ്ട്, സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എന്തോ സാധനം വാങ്ങിക്കുമ്പോഴാണ് ശ്രീയേട്ടൻ കോൾ വരുന്നത്. ശ്രീയേട്ടനോ ആദ്യമായിട്ട് വിളിക്കുന്നുണ്ടോ? ഞാൻ ചോദിച്ചു ശ്രീയേട്ടൻ എന്താ? അത് നിങ്ങൾ ഞാനില്ലെങ്കിൽ സിനിമ എടുക്കൂല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പറഞ്ഞു അങ്ങനെ പറഞ്ഞു. എന്നാൽ പിന്നെ അതല്ലേ നല്ലത്, ഒരു കുടുംബം രക്ഷപ്പെടുമല്ലോ. അപ്പോൾ കൗണ്ടറാണ്. അപ്പോൾ എനിക്ക് ചിരിയും വന്ന് കരച്ചിലും വന്ന് ഒരു കുടുംബം രക്ഷപ്പെടുമല്ലോ. വേറെ നിങ്ങൾ എന്നാ വരുന്നതിന്? ഞാൻ പറഞ്ഞു അടുത്ത ആഴ്ച വരുന്നുണ്ട്.
നമുക്ക് കാണാം. അങ്ങനെ വന്ന് വിളിച്ചു ഞാൻ നാട്ടിലെത്തിയിട്ടുണ്ട്. ആ ഒരു കാര്യം ചെയ്യുക, എറണാകുളത്തേക്ക് വരണ്ട, ഞാൻ കോഴിക്കോട് വഴി തലശ്ശേരിക്ക് പോകുന്നുണ്ട്. അപ്പോൾ കഥ പറയുമ്പോഴൊക്കെ കഴിഞ്ഞിട്ട് ആ പ്രൊഡ്യൂസർ മുമ്പർക്ക് ഒരു ബെൻസ് കാറൊക്കെ കൊടുത്തിട്ടുണ്ട്, അറിയില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യുക, കോഴിക്കോട് ഞാൻ റൂമെന്ന് പറയണ്ട, എന്നാൽ പിന്നെ വീട് പോകുന്ന വഴിക്കാണ്, വീട്ടിൽ കയറി ഇരിക്കാം, അത് നമുക്ക് ആലോചിക്കാം. ഞാൻ രാവിലെ പുറപ്പെടുമ്പോൾ വിളിക്കാറ്, പുറപ്പെടുമ്പോൾ ഞാൻ വിളിച്ചപ്പോഴാണ് ഞാൻ വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഞാൻ ഏത് വഴിക്കാണ് വരുന്നത്? ഞാനിങ്ങനെ ബൈപ്പാസിനാണ് വരുന്നത്. ഞാൻ പറയാം, ബൈപ്പാസിന് എവിടെ നിൽക്കാം, ഞാനവിടെ പോയി നിന്ന്. അപ്പോൾ എൻ്റെ മോനുമുണ്ട്, അവനോട് ഞാൻ പറഞ്ഞു, നീ കാറെടുത്ത് തിരിച്ചു പോയിക്കോ, ഞാൻ മൂപ്പരെ കണ്ടിട്ട് മൂപ്പരെ കൂടെ ഇങ്ങോട്ടേക്ക് പോകാം. മഹാറാണിയിൽ റൂം എടുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ പിന്നെ ഞാൻ വിളിച്ചു, ശരിയാണ്, ഞാൻ ചോറ് വീട്ടിൽ നിന്ന് ആക്കിയാലോ? പറഞ്ഞു വേണ്ടോ, ഞാൻ ഇവിടുന്ന് കടവെന്ന് ഭക്ഷണം ഊണ് കഴിക്കുന്നുണ്ട്. അപ്പോൾ കടവെന്ന് ഊണ് കഴിച്ചിട്ട് ഇങ്ങനെ വരിക. അപ്പോൾ ഞാൻ ഇറങ്ങിപ്പാലം ജംഗ്ഷനിൽ അവിടെ നിന്ന്, അപ്പോൾ ഒരു ബെൻസ് വണ്ടി വന്നു അവിടെ. അവനോട് കയറുമെന്ന് പറഞ്ഞു, ബാഗിൽ കയറിയിരുന്നു. അല്ല അപ്പം നമ്മൾ എവിടെ ഇരിക്കും? ഞാൻ ചോദിച്ചു, എവിടെ ഇരിക്കുന്നത്? അത് ഞാനിപ്പോൾ തലശ്ശേരിക്ക് പോവാണ്. ഞാൻ പറഞ്ഞ കാര്യം ചെയ്യാം, ഈ പോകുന്ന പോക്കിൽ ഞാൻ അങ്ങനെ പറയാം, അപ്പോൾ നീ ഇങ്ങനെ തിരിച്ചു പോകും. അല്ല നിങ്ങൾ ഇത് മതി, കഥ ബോറടിച്ചു പറഞ്ഞാൽ എനിക്ക് ഇറങ്ങി പോകാമല്ലോ. അതല്ലെങ്കിൽ തലശ്ശേരി വരെ വന്നിട്ട് പിന്നെ ഞാൻ എങ്ങനെയും പോയിക്കോളാം, വിഷയമല്ല. എന്നൊക്കെ കയറി ഞാൻ ഈ സബ്ജക്റ്റ് പറയുന്നു. ഇത് പിന്നീട് ഷിനോജിനറിയില്ലേ, മൂപ്പരുടെ ഡ്രൈവർ, പിന്നീട് കഴിഞ്ഞ അമ്മയുടെ കുടുംബസംഗമത്തിൽ നിന്ന് ഷിനോജിനോട് പറയാണ്, അന്ന് ശ്രീനാഥൻ ഈ കഥ കേട്ടിട്ട് ഞങ്ങൾ പോയി വടകരെത്തി ശ്രീനാഥൻ്റെ ഫ്രണ്ടിൻ്റെ ഹോട്ടലിൻ്റെ അവിടെ, പാർക്ക് അവന്യൂ എന്താണ് അതിന് പേര്, അവിടെ റൂമുണ്ട്. അവിടെ കയറി നമുക്ക് കുറേ ചായ കുടിക്കാറ്. ചായ കുടിച്ചിട്ട് ഞാൻ ചോദിച്ചു, എന്തപ്പോൾ നിങ്ങളെ ഇത് കഥ കേട്ടിരുന്നു തോന്നുന്നു? ഇതൊരു സംവിധായകൻ്റെ സിനിമയാണ്. ഞാൻ പറഞ്ഞു, സിനിമയൊക്കെ അങ്ങനെയാണല്ലോ. അത് ശരിയാണ്. ഇപ്പം ഞാൻ ഈ അകത്ത് കിടക്കുന്ന ആളാണോ പുറത്ത് നിൽക്കുന്ന ആളാണോ? ഞാൻ നിങ്ങൾ പുറത്തുള്ള ആളാണ്. ഞാൻ ചായ കുടിച്ചോ? ഞാൻ ചായ കുടിച്ചു, അതിനടുത്ത് ഓക്കെ എന്നല്ലേ ചോദിച്ചു. അവർ ചിരിച്ച് നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. നേരെ ഞാൻ അടുത്തുള്ള ബാർ കയറി കണ്ടറടിച്ച് സമാധാനമായല്ലോ, സന്തോഷമായി. അവിടെ നിന്ന് ചേച്ചിയുടെ മകൻ അവിടെ ചേച്ചിയുടെ ഇവിടെ അടുത്താണ്, അവനെ വിളിച്ചു പറഞ്ഞു. അവൻ വന്നു. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് കോഴിക്കോട് ബസ്സിന് പോകുന്നു. അപ്പോൾ അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, കഴിഞ്ഞ കുടുംബസംഗമത്തിന് ഈ ഷിനോജ് എന്നോട് പറഞ്ഞു, സാറിൻ്റെ ഷട്ടർ എന്നുള്ള കഥയില്ലേ, അത് കേട്ടത് ആദ്യം ഞാനാ, അന്ന് കാർ ഓടിച്ചിരുന്നത് ഞാനായിരുന്നത്. ഇത് കഴിഞ്ഞിട്ട് ശ്രീനാഥൻ ചോദിച്ചത്രേ, ആ കഥ എങ്ങനെയുണ്ട്? തലക്കെട്ടിട്ട് നന്നാവുന്നു. ഞാനാണ് മൂപ്പരെ ഡേറ്റ് വാങ്ങി തന്നത്, അവിടെ എനിക്ക് ചെലവ് ചെയ്യണത്. അങ്ങനെ ശ്രീനാഥൻ്റെ പിന്നെ ഒരുപാട് പടം ഒരുമിച്ച് അഭിനയിച്ചു ഞങ്ങൾ. ഒരുപാട് എനിക്ക് തോന്നുന്നു ഒരു 10-14 സിനിമ ഒരുമിച്ച് അഭിനയിച്ചു. അതൊക്കെ തമാശകളും ചിരികളും മറക്കാൻ പറ്റില്ല. പിന്നെ എൻ്റെ വീട്ടിൽ തന്നെ 2-3 പ്രാവശ്യം വന്നിട്ട് ഊണ് വേണം, അമ്മയുടെ മെസ്സില്ല, അമ്മ മെസ്സ്, അവിടുത്തെ പൊരിച്ചത് വേണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ആലോചിക്കുമ്പോൾ എന്താവുന്നു. ആ ഷിനോജ് ഇന്നൊരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്. എത്ര നാളായി? ഷിനോജ് ഭയങ്കര വേദനയോടൊരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്. ലാസ്റ്റ് പറഞ്ഞ ഡയലോഗാണ് കേട്ടോ ഷിനോജ്. എവിടെയാണെന്ന് എനിക്കറിയില്ല സുനിച്ചേട്ടൻ, അവിടെ ഡ്രൈവർ പോസ്റ്റ് ഉണ്ട്, എന്നെ വിളിക്കണം. ഭയങ്കര അറ്റാച്ച്മെൻറ്റ്. എത്ര കൊല്ലമായി കൂടെ പറയും, വീടൊക്കെ ഉണ്ടാക്കി കൊടുത്തില്ലേ അവന്. ശ്രീനാഥൻ വെച്ചാൽ ഡൗൺ ടു എർത്താണ്, ഭയങ്കര. പിന്നെ മുമ്പ് ഈ ഫലിതം ആസ്വദിക്കുന്നവർ ഭയങ്കര ഇഷ്ടമാണ്, മനസ്സിലായില്ലേ? തമാശ മൂപ്പറിനെ ആദ്യം ചിരിക്കും, നമുക്ക് ചിരിക്കാൻ അവസരം തരില്ല. പിന്നെ സ്ട്രെയിറ്റ് ഫോർവേഡാണ്, മുഖത്ത് നോക്കി പറയും. മൂപ്പർക്ക് ആരോടും ഇല്ല, കൃത്യമായിട്ട് പറയും. ഞാനൊക്കെ വീട്ടിൽ പോയി പറഞ്ഞാൽ എന്നെയൊക്കെ ദൂരം കാര്യങ്ങൾ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പോകുന്ന ഒരാളായിരുന്നു. നമുക്കറിയാമല്ലോ ശ്രീനാഥൻ്റെ സ്വഭാവം അറിയാമല്ലോ. ആ കുറുക്കൻ്റെ ലൊക്കേഷൻ പോയപ്പോൾ ഞങ്ങളൊരു വീഡിയോ എടുത്തു. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്തപ്പോൾ എന്താ സുഖമാണെന്ന് ചോദിച്ചു. ഇനിയെങ്കിലും എങ്ങനെയുണ്ട് എനിക്കെന്ന് ചോദിച്ചു. ഇനിയെങ്കിലും നന്നായി കൂടെ ഹൈദരാബാദ് ഒരു ചോദ്യമുണ്ട് കേട്ടോ. അടുത്ത് ശ്രീനാഥൻ ചിരിക്കും, ആ കാര്യങ്ങളൊക്കെ പറയും. പിന്നെ നമ്മൾ എന്ത് ചോദിച്ചാലും തിരിച്ചാണല്ലോ. ഞാൻ ഒരു ഇൻ്റർവ്യൂ ഇപ്പോൾ സുഖമാണെന്ന് ചോദിച്ചു, അസുഖമാണെന്ന് പറയും.
അപ്പോൾ അത് ഞാൻ എന്താ അങ്ങനെ പറഞ്ഞു കൗണ്ടർ അസുഖം എന്നൊരു സത്യമല്ല, എനിക്ക് അസുഖമല്ലേ ആ രീതിക്കാലോ ശ്രീയേട്ട. അങ്ങനെ ഒരു വലിയൊരു മനുഷ്യൻ നമ്മളെ വിട്ടു പോയി എന്ന് നമ്മൾ വിശ്വസിപ്പിക്കാൻ നമുക്ക് പണിയാണ്, നമുക്ക് പറ്റുന്നില്ല. അതെ. ആ മനുഷ്യൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഈ സുനിൽ സ്വാമി എന്ന പോലെ ഒരു കാപട്യം നിറഞ്ഞ ഒരാൾ വന്നിട്ട് അല്ലേ, അതെന്താ എനിക്ക് മനസ്സിലാകുന്നത്, എങ്ങനെയാണ് എൻട്രി എങ്ങനെ എനിക്ക് പിടിയിട്ടുന്നില്ല. അത് ആരെവിടെ കൊണ്ടുവന്ന കൂടെ? ആരും കൊണ്ടുവന്ന തലേ ദിവസം രാത്രി അദ്ദേഹം വന്നിരുന്നു, ഞാൻ നേരിട്ട് കണ്ടാണ്. അവിടെ വന്നിട്ട് പോയ ആൾ പിന്നെ കാണുന്ന പൂജയ്ക്ക് വരുന്നതാണ്. ആർക്കും അങ്ങോട്ടും കൂടെ അറിയില്ല. നമ്മുടെ ശ്രീചേട്ടന് ഒത്തിരി സുഹൃത്തുക്കളുണ്ട്, ഒത്തിരി ബന്ധുക്കളുണ്ട്. ഇനി ആരെങ്കിലും പറഞ്ഞു അവരവർ പരസ്പരം സംസാരിക്കുവാണ്. മരണ വീട്ടിൽ ഞാൻ ശവസംസ്കാരത്തിൽ നിന്നില്ല, ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. ശ്രീനിയേട്ടനെ പോലത്തെ ഒരാളുടെ കർമ്മം ചെയ്യാൻ ഇയാളെ മറ്റു വരുന്നു പറഞ്ഞാൽ ശ്രീനിവാസൻ എണീറ്റടിക്കുക അയാൾ അവിടുന്ന്. അതെ അതെ അതെ. അതിനകത്തൊരു കൗണ്ടുണ്ട്, കഥാ തിരക്കഥ സംഭാഷണ സംവിധാനം ശ്രീനിവാസൻ. ഇതും ശ്രീനിച്ചേട്ടൻ്റെ ഒരു കഥയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു കള്ളനെ തുറന്നു കാണിച്ചു ഇനി സമൂഹം പെരുമാറട്ടെ എന്ന് ഒരു കമൻറ്റ് വന്നു. കറക്റ്റാ. എന്തായാലും അങ്ങനെ ഓരോ കാര്യങ്ങൾ ഓർക്കുമ്പോൾ ഒത്തിരി ഓർക്കാനുണ്ടാവും അല്ലേ. അപ്പം ഒരു സിനിമയുടെ ഭാഗം പറഞ്ഞു വന്ന് നമ്മൾ എവിടം വരെയൊക്കെ പോയി അല്ലേ. അങ്ങനെയാണ് സംസാരിച്ചിരിക്കുമ്പം ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ നമുക്ക് എത്ര നേരം വേണ്ടി ഇരിക്കാൻ പറ്റും, അല്ലെങ്കിൽ പെട്ടെന്ന് ബോറടിക്കുള്ളൂ. ഇതിപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യമായതുകൊണ്ട് നമ്മളിങ്ങനെ ഇരുന്നു. ഇനി അടുത്ത സിനിമകൾ അടുത്തപ്പോൾ നമ്മുടെ രഞ്ജിത്തിൻ്റെ പുതിയ പടം അതെല്ലാം ഇങ്ങനെയൊക്കെ. അതിൽ IG ധനഞ്ജയൻ, പ്രകാശ് വർമ്മയുണ്ട്, സുബേർ മഹാസുബേർ, സുബേറും പിന്നെ പ്രേം കുമാറില്ലേ, മനസ്സിലായി, സത്യം ഓഡിയോസ് ഒരുമിച്ച് ചെയ്യുന്ന പടം. പിന്നെ ജൂജു ഉർവശി അവരുടെ കൂടെ ആശ എന്ന് പറയുന്ന പടം. പിന്നെ അരൂപി എന്നൊരു സിനിമ ഇപ്പോൾ പണി കഴിഞ്ഞു. പിന്നെ സിദ്ധു എന്നുള്ളൊരു പടത്തിൽ ജയിൽ സൂപ്രണ്ടാണ്. സിദ്ധു കണ്ടപ്പോൾ ജയിൽ സൂപ്രണ്ടാക്കി. അപ്പം തന്നെ ഈ ഗെറ്റപ്പിൽ ഇപ്പോൾ കണ്ണൂർ പടം അഭിനയിക്കാൻ പോകുന്നു. അങ്ങനെ ജീവിച്ചു പോകാനുള്ളതൊക്കെ കിട്ടുന്നുണ്ടല്ലേ. എഴുത്ത് അഭംഗുരം തുടരുന്നു. അതായത് എഴുതി തീരുന്നില്ല. ഒരു കഥ എഴുതുന്നുണ്ട്, ഒരു തിരക്കഥ എഴുതുന്നുണ്ട്, അതിൻ്റെ പണിയിലാണ് കുറച്ച് കാലമായിട്ട്. ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണത്, ചാലഞ്ചിങ് ആണ്. പിന്നെ എൻ്റെ 2 പുസ്തകങ്ങൾ വരാനുണ്ട്. അങ്ങനെയൊക്കെ പോകുന്നു. എല്ലാം കൊണ്ടും യാത്രയിലാണ്. എല്ലാം കൊണ്ടും മുന്നോട്ട് പോകുന്നു ജീവിതം. ഒരു ജീവിതമല്ലേ ഉള്ളൂ, മുന്നോട്ട് കൊണ്ടുപോകുന്നേ. തീർച്ചയായിട്ടും. ഒത്തിരി സന്തോഷം ചേട്ടാ. ഞാൻ കുറേ നാളുകളായി ഒന്ന് ഇൻ്റർവ്യൂ എടുക്കണം. അപ്പോൾ ഒരു സിനിമ നല്ലത് വന്നപ്പം ആ പേരിലെങ്കിലും വന്ന് ആ സിനിമ കാര്യങ്ങൾ ചോദിച്ചു, ബാക്കി കുറച്ച് കാര്യങ്ങൾ ചോദിക്കാമെന്നും കൂടെ എനിക്ക് തോന്നി. അതുകൊണ്ടാണ് കോഴിക്കോട് തന്നെ വന്നത്. നന്നായി. കോഴിക്കോടേക്ക് എല്ലാ കാലവും സ്വാഗതം മിസ്റ്റർ ഹൈദരലി. പേരകളിൽ നിന്നും എൻ്റെ പേരിൽ ബിരിയാണി കഴിച്ചോളൂ, ബില്ല് ഞാൻ കൊടുത്തോളാം. ഞാനവിടെ വരുന്നില്ല, എനിക്കെന്താ വെച്ചാൽ അറിയാലോ, നാളെ എനിക്കൊരു പരിപാടിയുണ്ട്. അത് ഞാൻ എന്ന് തന്നെ വന്നത്. അപ്പോൾ ഒത്തിരി സന്തോഷം. താങ്ക് യു.